എല്ലാവരും ഹാപ്പി അല്ലേ? ഇങ്ങനെ ഒരു 2 മാസത്തോളം ഇതിന്റെ യോഗസ് കേട്ടു. ഇന്ന് നിങ്ങൾ ശ്രമിച്ചതിന്റെ ഭാഗമാണ് നമ്മളെല്ലാവരും ഈ കായിക്കടലിൽ ഇരിക്കുന്നത്. ഞാൻ മാർച്ച് 17-ാം തീയതി നിങ്ങൾ മഞ്ചേരി ഇടവകയുടെ ഔസപിതാവിന്റെ കുടിയിച്ച പള്ളിയാണ്. അപ്പോൾ അവിടെ പെരുന്നാൾ നടത്തിയത് ഔസപിതാവിന്റെ പെരുന്നാൾ 19-ാം തീയതി, നിങ്ങൾ ഞായറാഴ്ച 17-ാം തീയതി പെരുന്നാൾ അവിടെ നടത്തിയത് കൂട്ടുകാഴ്ചയ്ക്കായിട്ട്. ആ തിരുനാളിനെ വൈകിട്ട് ഞാൻ വെറുതെ ഗ്രൂപ്പിലാരും മിണ്ടാണ്ടിയായപ്പോൾ വെറുതെ ചുമ്മാ ഒരു വോയിസ് വിട്ടതാണ്. ആ വോയിസിൽ ആദ്യമൊന്നും ആരും പ്രതികരണം ഉണ്ടായിരുന്നില്ല. ഒരുപാട് നെഗറ്റീവും ഒരുപാട് പോസിറ്റീവും. അതിൽ പോസിറ്റീവ് മാത്രം ഞാൻ ഏറ്റെടുത്തു, ഞാൻ മുന്നിലേക്ക് നടന്നു. പിന്നെ ഇതിനെപ്പറ്റി അഭിപ്രായം ഷാജിയേട്ടൻ, പ്രബി, ജോൺസേട്ടൻ, ഉണ്ണേട്ടൻ അങ്ങനെ എല്ലാവരോടും ചോദിച്ചു. അപ്പോൾ ആദ്യം പറഞ്ഞ മറുപടി, നമ്മുടെ ലാസറിന്റെ മക്കളുടെ അഭിപ്രായം ആദ്യം അറിയണം. അവർക്ക് നടത്താൻ താല്പര്യമുണ്ടെങ്കിലല്ലേ ഞാനിതിൽ പുറപ്പെട്ടു കാര്യമുള്ളൂ. പിന്നെ അങ്ങോട്ടായി വണ്ടി. അപ്പോൾ അവിടുന്ന് ഞാൻ ലാസറിന്റെ മക്കളെ എല്ലാവരും വിളിച്ചിട്ടുണ്ട്, മക്കളെയും വിളിച്ചിട്ടുണ്ട്. എല്ലാവരും ഫോൺ വിളിച്ചു. അപ്പോഴും പ്രശ്നം തീരുന്നില്ല. പ്രശ്നം വയസ്സായ എവിടെ നടത്തുന്ന പ്രശ്നമാണ്. പിന്നെ അപ്പോൾ അഭിപ്രായം വന്നു, വയസ്സായ ആൾക്കാരുള്ളത് നാട്ടിലാണ്, വല്യച്ഛനും വല്യമ്മയും, അവരുടെ അഭിപ്രായം അറിയണം. അപ്പോൾ പിന്നെ വണ്ടി അങ്ങോട്ട് വിട്ടു. വല്യമ്മനെ വിളിച്ചു. പിന്നെ വല്യച്ഛനെ വിളിക്കാനായിട്ട് ബെന്യാനെ വിളിച്ചു. ബെന്യാൻ പറഞ്ഞു ഞായറാഴ്ച അങ്ങനെ അവസരം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ വല്യമ്മ ഓക്കെ, അപ്പോൾ അവർക്ക് നടത്താനാണെങ്കിൽ നിങ്ങൾ വരാം. ലോങ് വരാനായിട്ട് ബുദ്ധിമുട്ട് വല്യമ്മയ്ക്കുണ്ട്, അത് നമുക്ക് സ്വന്തമായിട്ടും അറിയാൻ പറ്റും. അങ്ങനെ വല്യച്ഛനെ വിളിക്കാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഞായറാഴ്ച നാട്ടിലേക്ക് കൊണ്ടൊരു അവസരം വന്നു. നേരിട്ടിട്ട് വല്യച്ഛനെ കാണാൻ തീരുമാനിച്ചു. അതൊരു അവസാന ഞായറാഴ്ചയായിരുന്നു. ദിവസമൊന്നും മറക്കാത്ത വെച്ചാൽ പോണ ദിവസങ്ങളൊക്കെ കറക്റ്റ് ഓരോ സംഭവങ്ങളുള്ള ദിവസങ്ങളായിരുന്നു. അന്ന് എനിക്ക് വല്യച്ഛനെ ചെല്ലുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, പുത്തമ്പാലി വായിച്ചിരിക്കുന്ന വല്യച്ഛനെയാണ് ഞാൻ അവിടെ കാണുന്നത്. മാർത്ത് കയറി ചെല്ലുമ്പോൾ വല്യച്ഛൻ എന്തു പറയും, എന്തായിരിക്കും പ്രതികരണം, ഗ്രൂപ്പില് വല്യച്ഛന്റെ അഭിപ്രായം അറിഞ്ഞിട്ട് പറയാം. പല ആൾക്കാരും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പല ആൾക്കാരും ഇന്നെ വിളിക്കുന്നുണ്ട്, എന്തായി വല്യച്ഛനെ കണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പേഴ്സണലായിട്ട്. ഞാൻ നീട്ടിക്കില്ല. അങ്ങനെ വല്യച്ഛനെ എന്നെ കാണുമ്പോൾ എനിക്ക് അത്ഭുതപ്പെടുത്തിയത്, പുത്തമ്പാനം വായിച്ചിരിക്കുന്ന വല്യച്ഛനെ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് എന്താ പറയാ, വല്യച്ഛൻ ആരോ ഇത് പറയാൻ വരണം കാത്തിരിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. വല്യച്ഛനെ ഈ പരിപാടി നടത്താൻ ആരോ ആദ്യം വല്യച്ഛൻ വരാൻ കാത്തിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. എനിക്ക് അത്രയും പോസിറ്റീവ് എനർജി വല്യച്ഛന് കിട്ടിയത്. പിന്നെ ഒന്നും നോക്കിയില്ല, വല്യച്ഛൻ സംസാരിച്ചു. വല്യച്ഛൻ എന്താ കൂട്ടാ റെഡിയാണ്, ഞാനെല്ലാം തയ്യാറാണ്. അത്രയും നല്ലൊരു മറുപടി അവിടുന്ന് കിട്ടിയപ്പോൾ പിന്നെ അവിടുന്ന് ഒരു ഓട്ടമായിരുന്നു. നേരെ ഇവിടെ പാവർട്ടിയിൽ 4-5 റൂമൊക്കെ കാണാൻ വന്നു. അവിടെയാണ് ഷെരീഫാക്കിന്റെ നമ്പർ എനിക്ക് കായൽക്കാട് റിസോർട്ട് കിട്ടിയത്. കായൽക്കാട് റിസോർട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പ്രകൃതി. നമ്മൾ ഹാളിലറിഞ്ഞു കൂടണ്ട, പിള്ളേർക്കൊക്കെ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടാവും. വഞ്ചി കാര്യങ്ങളൊക്കെ എല്ലാവരും ആസ്വദിച്ചിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ ഈ പരിപാടിക്ക് സ്റ്റാർട്ടായത്. പിന്നെയും ഞാൻ വല്യച്ഛനെ കാണാൻ പോയിരുന്നു. അതേപോലെ ഞാൻ ബീനേച്ചി, റീനേച്ചി, ഷീപേച്ചി, ലേസേച്ചി എല്ലാ മക്കളെയും ഞാൻ ഓരോന്നറിയാൻ എടുത്തു വിളിച്ചിട്ടുണ്ട്. ആരും വിളിക്കാനുണ്ടാവില്ല. എല്ലാവരും നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. അങ്ങനെ നമ്മുടെ വോയിസിലൂടെ നമ്മൾ ഈ പരിപാടി നടത്തി. ഇന്നെ നിങ്ങൾ കേട്ടു എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഞാൻ നടത്തി എന്നുള്ളൊരു അഹങ്കാരം എനിക്കില്ല. നിങ്ങളെല്ലാവരും എന്നെ കേൾക്കാൻ തയ്യാറായതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഈ കായൽക്കടവിൽ വന്നിരിക്കുന്നത്. അതിലാണ് എനിക്ക് നിങ്ങളോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. ഇതിൻ്റെ ഈ നീണ്ട വോയിസിനൊക്കെ പറ്റി കംപ്ലൈൻറ്റ് വന്നത്, എന്തോരം നീണ്ട പറയണം, ഇത് കേൾക്കാൻ പറ്റില്ല. പക്ഷേ ഈ നീണ്ട വോയിസ് ആയാലും അങ്ങനെ ഇങ്ങനെയൊക്കെ കേൾക്കാൻ തയ്യാറായി നിങ്ങൾ ഇന്നുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തിയത്. നമുക്ക് 100% വിജയിച്ചെന്ന് ഞാൻ പറയില്ല, എന്നാലും 70-80% നമ്മൾ ഈ പരിപാടി വിജയിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് സഹായിച്ചതിന് നന്ദി. എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി പറയാനായി വേദി നന്ദി പറയാനുള്ള ഒരു അവസരമാണുള്ളത്. അത് ഞാൻ കുഞ്ഞച്ഛനെ ക്ഷണിക്കുന്നു. കേൾക്കുന്നില്ലേ? ഓക്കെ, ഞാൻ കണ്ണനായിക്കിന്റെ ഷീബേച്ചിന് മൂത്ത മോനാണ് എബി. എന്നുവെച്ചാല് ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് ടൈം ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാണ്. ഫാമിലി ഗെറ്റ് ടുഗദറിൽ അമ്മേൻ്റെ സൈഡിൽ ഫസ്റ്റ് ടൈമാണ്. അപ്പൻ്റെ സൈഡിൽ ഞാൻ കൂടിയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇവിടെ വന്നിട്ട് കുറെ ആൾക്കാരെ കണ്ടു. എനിക്ക് അറിയാത്ത കുറെ ആൾക്കാരുണ്ട്. എനിക്ക് അറിയുന്ന മഞ്ചേശ്വരം എല്ലാവരും എനിക്ക് ഓൾമോസ്റ്റ് അറിയാം. അപ്പോൾ അവരൊക്കെ ഞാൻ കണ്ടു. പക്ഷേ ഇവിടെ വന്നിട്ട് എനിക്ക് പല അമ്മേൻ്റെ സൈഡിൽ നിന്ന് പല മനുഷ്യരെ എനിക്ക് കണ്ടിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് അത് അറിയില്ല. ഇവിടെ കൂടുതൽ അമ്മേൻ്റെ
കുറേ ആൾക്കാരൊക്കെ ഞങ്ങൾ പെരുന്നാളിന് വന്നപ്പോൾ പാർട്ടി പെരുന്നാൾ വന്നപ്പോൾ കണ്ടിട്ടുണ്ട്. പിന്നെ മഞ്ചേരി ബാക്കിയുള്ളവരുള്ളത് എനിക്കറിയാം. അപ്പോൾ ഇങ്ങനൊരു പരിപാടി കോർഡിനേറ്റ് ചെയ്ത ഇതവരുടെയും അതുപോലെ ഷാജികളുടെ എല്ലാവരെയും നന്നായിട്ട് ഓർക്കുന്നു. അതുപോലെ ഒരു താങ്ക്സ്. ഞങ്ങളുടെ ജനറേഷന് ഒരിക്കലും ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി കൂടാൻ പറ്റും അല്ലെങ്കിൽ എല്ലാവരും കാണാൻ പറ്റുന്നുള്ളത്. താങ്ക്സ് ടു ഓൾ. കഴിയാത്തത്ര വിധം കയ്യിൽ പണവും സഞ്ചരിക്കാൻ പുതുപുത്തൻ മാരുതി കാറും ഒന്നാം സമ്മാനമായി നൽകുന്ന കേരള സംസ്ഥാനത്തിന്റെ 446 മടിച്ചു പിടിച്ച് മാറി നിൽക്കാതെ വേഗം മുന്നോട്ട് കടന്നു വരിക. നിങ്ങളുടെ ഭാഗ്യ നമ്പറുകൾ കരസ്ഥമാക്കുക. എപ്പോഴാണ്, എവിടെ വെച്ചാണ്, എങ്ങനെയാണ് ഭാഗ്യദേവത നിങ്ങളെ കരുതി കടാക്ഷിക്കുന്നറിയില്ല. നിങ്ങളുടെ ടിക്കറ്റുകൾ അവിടെ നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ, പിന്നെ ഞാൻ നിൽക്കാൻ വേണ്ടി മറിച്ചു പിടിച്ച് മാറി നിൽക്കാതെ വേഗം മുന്നോട്ട് കടന്നു വരിക. നിങ്ങളുടെ ഭാഗ്യ നമ്പറുകൾ കരസ്ഥമാക്കുക. ഇച്ചിരി അങ്ങോട്ട് മാറിയപ്പോ കണ്ടത് ഒരു മരുന്നിരിക്കുന്ന ആൾക്കാരാണ്. ഊന്തിരിപ്പെ വൈകുന്നേരം പിടിക്കറ വെട്ടക്കാവി പൽപ്പൊളിപ്പെ പല്ലട്ടം പല്ലെണ്ണ കുട്ടികൾക്കുണ്ടാകുന്ന വീരകോപം വിളർച്ച ശ്വാസമുട്ടൽ ശാന്തശൂലഗ്രഹണി ശാന്തികൾക്കൊക്കെ അത്യുത്തമമായ നല്ല അയമോദക സത്താണ്. ഇതൊരു സാമ്പിൾ പാക്കറ്റാണ്. സാമ്പിൾ പാക്കറ്റിന് 10 രൂപ, ഫാമിലി പാക്കറ്റിന് 25 രൂപ. വൈകുന്നേരം 2 ഗുളിക കഴിക്കുക, ഒരു വെറ്റില നീരും കൂടെ കഴിക്കുക. നാളെ രാവിലെ നിങ്ങൾ പോകുമ്പോൾ കുന്നംകുളത്തുനിന്ന് സൈറൻ കേൾക്കുന്ന ഒരു ശബ്ദം കേൾക്കും. പേടിക്കേണ്ട, അത് ഗ്യാസ് പോയതാ. പിന്നെ അങ്ങോട്ട് പോയപ്പോ കണ്ടത് വേറൊന്നാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ട് ഇത് ആടിന്റെ തലയാണ്, കലയാണ്, ആടിന്റെ തലയാണ്, കല, ആടിന്റെ തലയാണ്, കാലാണ്, കാലാണ്, തലയാണ്, തലയാണ്, 450 രൂപയാണ്. തലയാണ്, കാലാണ്, കാലാണ്, കാലാണ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ വേറെ ആൾ ഓട്ടടിക്കാം, ചെമ്പാത്രം അടിക്കാം, ഓട്ടുപാത്രം അടിക്കാം, സ്റ്റീൽ പാത്രം അടിക്കാം, സ്റ്റീൽ പാത്രം അടിക്കാം, ഓട്ടുപാത്രം അടിക്കാം, ചെമ്പാത്രം അടിക്കാം. ഇത് സാമ്പിൾ പാക്കറ്റാണ്. 25 രൂപയാണ്. നാമമാത്രമായ പൈസയാണ്. ഇത് സാമ്പിൾ പാക്കറ്റാണ്. ഇതിലൂടെ മുന്നോട്ട് പോയപ്പോൾ കണ്ട ഒരു കാഴ്ചയുണ്ട്. എല്ലാ പത്രങ്ങളും മംഗളമുണ്ട്, കുങ്കുമുണ്ട്, ജനനിയുണ്ട്, പൗരതിയുണ്ട്. വായിക്കട്ടെ സാർ, വായിക്കട്ടെ സാർ, വായിക്കട്ടെ സാർ. ജനനിയുണ്ട്, പൗരതിയുണ്ട്, സഖിയുണ്ട്, പൗരതിയുണ്ട്. വായിക്കട്ടെ സാർ, വായിക്കട്ടെ സാർ. മലയാള മനോരമ, കുങ്കുമൻ, ജനനി, പൗരതിനി, സഖി, സർവ്വസാധനമുണ്ട്. വായിക്കട്ടെ സാർ, വായിക്കട്ടെ സാർ, വായിക്കണ്ടേ സാർ. പിന്നെ കണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിവിടെ പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനിപ്പോൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ ശുഭരാത്രി. താങ്ക് യു. സ്നേഹം നിറഞ്ഞ പനക്കൽ കുടുംബം, ലാസ്റ്റേട്ടൻ്റെ മക്കളെ, മക്കളുടെ മക്കളെ, നിങ്ങൾക്ക് ഇത്രയും സമയം നിങ്ങൾ കാത്തിരുന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചൊരു നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടി ഇത്ര സമയം ഞങ്ങൾക്ക് വേണ്ടി പനക്കൽ കുടുംബത്തിന് വേണ്ടി സമയം കഴിയുന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. കൂടാതെ ആദ്യം പറയേണ്ടത് നമ്മുടെ ദൈവത്തിനാണ്. കാരണം 2 ദിവസം മഴയില്ലാതെ നമ്മളെ സ്നേഹിച്ചതിന് നമ്മൾ ആദ്യം നന്ദി പറയണം. അത് ഞാൻ തെറ്റിപ്പോയി. പിന്നെ ഇവിടെ അവതരിച്ച എല്ലാ കലാപരിപാടികളും നന്നായിരുന്നു. അവർക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി. പിന്നെ ടിജോനെ പറയേണ്ട ആവശ്യമില്ല, അത് എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ്. അത് വീണ്ടും ഞാൻ പറഞ്ഞ് നിങ്ങളുടെ സമയം ബുദ്ധിമുട്ടിക്കുന്നില്ല. എല്ലാവരും ഭക്ഷണം കഴിച്ച് നമുക്ക് പിരിയാൻ നോക്കാം. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു കുഞ്ഞച്ച. പറയാനായിട്ട് എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും സമയം പോറടിച്ചുകൊണ്ട് അങ്ങനെ നീണ്ടു എന്നുള്ളത്. എല്ലാവരും ഉഷാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു 2 വീടില്ലാതെ എല്ലാവരും നമ്മൾ പങ്കെടുത്തു. എല്ലാം ഭംഗിയായി കഴിഞ്ഞു. ഒരു 10-15 കൂടെ ചെലവായിരുന്നു. എല്ലാം ഭംഗിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. താങ്ക് യു. അതിനാരും ഒരു പ്രതികരണം ഉണ്ടായില്ലെങ്കിലും 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഉണർവ് വന്നു. എല്ലാ ദിവസവും കുറച്ച് ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും കുറച്ച് അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഗ്രൂപ്പ് ഒന്ന് സജീവമായി ഉണർന്നു. അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരത്തുമ്പോൾ ടീച്ചർ പറയും, ഓരോ മെസ്സേജുകളിങ്ങനെ തുടങ്ങും. ചർച്ചകളായി, ഓരോന്ന് വിളിക്കലായി. അങ്ങനെ വൈകുന്നേരം ഇന്ന് വൈകുന്നേരം ചർച്ചയായി. എങ്ങനെ വേണം സംഘടിപ്പിക്കണം, എങ്ങനെ തുടങ്ങണം, എങ്ങനെ നടത്തണം, എങ്ങനെ വിജയിപ്പിക്കണം എന്നുള്ള ചർച്ചകൾ. ഏതായാലും നന്നായി ഇവിടെ വരെ എത്തിയത്. ഓരോരുത്തർ വിളിക്കലും വർത്താനൊക്കെ വായിക്കുമ്പോൾ നമ്മൾ അകലങ്ങളിരിക്കുന്ന ബന്ധങ്ങളൊക്കെ ഒന്ന് അടുത്ത പോലെ തോന്നി. ഒരു അനുഭവം നമുക്ക് തോന്നി. നമ്മളെ സുദിനം വളരെ പ്രധാനമുള്ളതായിരുന്നു. ഈ സന്തോഷത്തിൽ ഞങ്ങളുടെ കൂടെ വന്ന വിശിഷ്ട വ്യക്തികളായ കളയന്മാരെ, അച്ഛന്മാരൊക്കെ ഞങ്ങൾ പ്രത്യേകം ഓർക്കുന്നു. ഈ സുദിനം ഇത്ര സന്തോഷകരമാക്കാൻ എക്സ്ട്രീമായിട്ട് എഫേർട്ട് എടുത്ത ടീച്ചർക്ക് പ്രത്യേകം എല്ലാ ആശംസകളും നന്ദി അറിയിക്കുന്നു.
എല്ലാവർക്കും പ്രത്യേക ആശംസകളോട് നിർത്തുന്നു.